my pretty ladies out there, welcome back to our channel Style Up with Sneha. I hope you all are doing great today. So ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു Zudio haul വീഡിയോ ആണ് ചെയ്യുന്നത്. So Zudio നിങ്ങൾക്ക് അറിയാം all like across India വരുന്ന ഒരു ചെയിൻ ആയിട്ടുള്ള ഒരു ഫാഷൻ ഔട്ട്ലെറ്റ് ആണ്. ഒരു ചെയിൻ ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ അതിലുള്ള പ്രോഡക്ട്സ് എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും എല്ലാ സ്റ്റോറിലും. ഒരു സ്റ്റോറിലുള്ള അതേ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ആ സെയിം ടൈമിൽ നെക്സ്റ്റ് സ്റ്റോറിൽ ഉണ്ടാകുന്നത്. ആൻഡ് അവർ പീരിയോഡിക്കലി അക്കോർഡിംഗ് ടു ദി സീസൺ ആൻഡ് ഓൾ ഇങ്ങനെ എന്താ പറയുക ഡ്രസ്സിന്റെ കളക്ഷൻസ് മാറ്റിക്കൊണ്ടിരിക്കും. ഒന്നിച്ചായിരിക്കും സ്റ്റോക്ക് വരുന്നത്. ഓൾ അക്രോസ് ദി കൺട്രി ഉള്ള Zudio ഒന്നിച്ചായിരിക്കും സ്റ്റോക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന Zudio സ്റ്റോറിലുള്ള കളക്ഷൻസ് എല്ലാ Zudiosലും അവൈലബിൾ ആയിരിക്കും. And yeah, അപ്പോൾ നമ്മൾ അതായിരിക്കും ഫസ്റ്റ് നോക്കുന്നത് what is around Zudio and next what I have brought from Zudio. അങ്ങനെ Zudioയിൽ പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ കുർത്തി എന്ന് പറയുന്നത് മീഷോയിൽ നിന്നാണ്. നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള മീഷോ കുർത്തി ഹോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണിത്. സോ ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ഇതിലെ പ്രിന്റുകളൊക്കെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് പോകുന്ന പ്രിന്റാണോ അല്ലെങ്കിൽ ഫെയ്ഡ് ആവുന്ന പ്രിന്റാണോ അല്ല. ഞാനിത് ആക്ച്വലി ഇട്ട് ഒരു 3 times വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ഇഷ്യൂസും വരുന്നില്ല. ഇത് ആക്ച്വലി നേവി ബ്ലൂയിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് വന്നേക്കുന്നതല്ല, ടോപ്പിൽ തന്നെയുള്ളൊരു പ്രിന്റാണ്. സോ കളർ ഫെയ്ഡിങ്ങിന്റെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. സോ നിങ്ങൾ പോയി നമ്മുടെ Zudioയിൽ ഇപ്പോൾ ഉള്ളൊരു കറണ്ട് കളക്ഷൻസ്, കറണ്ട് വൈബ്, എന്ത് ടൈപ്പ് ഡ്രസ്സസ് ഒക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട്. അതൊക്കെയാണ് ഇപ്പം Zudioയിലുള്ളൊരു കളക്ഷൻ. ലിറ്ററലി എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് അത്യാവശ്യം റഷുള്ള ടൈം ആയിരുന്നു. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഓട്ടിച്ചാണ് കാണിച്ചേക്കുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ബ്രോട്ട് ഫ്രം Zudioയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചേക്കുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. പക്ഷെ നോർമലി നമ്മൾ ഒരിക്കലും ഒരു സെക്ഷൻ ഫോക്കസ് ചെയ്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുർത്തി മാത്രം, വെസ്റ്റേൺ വെയർ മാത്രം, അങ്ങനെയല്ല. അത് എല്ലാ സെക്ഷൻസും മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വാങ്ങിയതിൽ ഒരു കുർത്തി വരുന്നുണ്ട്, ഡ്രസ്സ് വരുന്നുണ്ട്, ജീൻസ് വരുന്നുണ്ട്, ഷോർട്ട് ടോപ്പ് വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം കുറച്ച് ആക്സസറീസും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുർത്തിയാണ് എടുത്തിരിക്കുന്നത്, which is in very comfortable material. ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ നെക്ക് പോർഷനിൽ ഒരു മെഷീൻ എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത്. ഐ ഹാവ് ബ്രോട്ട് ഇറ്റ് ഇൻ സൈസ് മീഡിയം. ആൻഡ് ബാക്ക് പോർഷനിലൊന്നും വർക്ക് വരുന്നില്ല, പ്ലെയിൻ ആണ്. റെഗുലർ ഒരു 3/4 ലെങ്ത് സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് ടിൽ മൈ നീ ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ടിൽ ദ നീ. നോർമൽ ഹൈറ്റ് ഉള്ളവർക്ക് ഇടുമ്പോഴേക്കും ജസ്റ്റ് ബിനീത് ദ നീ കിടക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ലൈനിങ്ങിന്റെ കാര്യം അറിയാലോ, Zudioയിൽ ബേസിക്കലി അങ്ങനെ ക്ലോത്ത്സിന് കുർത്തീസിന് കാര്യങ്ങൾക്കൊന്നും ലൈനിങ് വരാറില്ല. സീ ത്രൂ മെറ്റീരിയൽ ഒന്നും അല്ല. അത്യാവശ്യം ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു
ഒരു എന്താണ് കുർത്തിയാണിത്. ഈ ഒരു കളർ ഞാൻ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഡെനിമിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. സോ ഒരു ഗുഡ് ടു ഗോ, പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റിയ ഒരു കുർത്തിയാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. സോ ഇതിട്ട് എങ്ങനെയാണെന്ന് യു ഗൈസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് കം. അതായിരുന്നു നമ്മുടെ കുർത്തി. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചെയ്താൽ നോക്കാം. when we are speaking about the dress, before ഇത് തുറക്കും മുന്നേ ഞാൻ പറയട്ടെ, ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു വെക്കേഷൻ ഡ്രസ്സ്. എനിക്കിങ്ങനെ അവിടെ ഇങ്ങനെ ഷോക്കേസ് ചെയ്തിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വെക്കേഷൻ ഫീൽ, അല്ലെങ്കിൽ ആ ഒരു വൈബാണ് തോന്നിയത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും ട്രെൻഡി ആയിട്ടും വരുന്ന ഒരു ഡ്രസ്സാണിത്. ഇതിൻ്റെ സ്ലീവ്സ് ഒരു പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. അതിൽ വി നെക്ക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് പോർഷനിലും അതുപോലെ എലാസ്റ്റിക് ഫിറ്റിംഗ് ആണ് വരുന്നത്. സോ ഇതിൽ ബേസിക്കലി 2 കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഡാർക്ക് മെറൂണും കുറച്ചൊരു ചില്ലി റെഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ രണ്ടും ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത് അതായത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ കുറച്ചുകൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് പോകുന്നത് ഈ ഒരു ഡാർക്ക് മെറൂൺ ആണെന്ന് തോന്നി. നെക്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഒരു നോട്ട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് ജസ്റ്റ് ബിലോ മൈ നീ ആ ഒരു ലെങ്ത്തിൽ വരുന്നൊരു ഡ്രസ്സാണ്. വളരെ കംഫർട്ടബിൾ മെറ്റീരിയലാണ്, ഒരിക്കലും ചൂടെടുക്കുന്നതൊന്നുമല്ല. നമുക്കൊരു വെക്കേഷൻ ഇട്ടിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകുമ്പം ക്ലാസി ആണ്, അറ്റ് ദ സെയിം ടൈം വളരെ ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. എനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് മീഡിയം ആണ്. വെൻ കമ്മിങ് ടു ദ റേറ്റ്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 900 റുപ്പീസിനാണ് വരുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സോ ഇതിട്ടിട്ട് എങ്ങനെയാണെന്ന് യു ഗൈസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് കം. അതായിരുന്നു നമ്മുടെ ഡ്രസ്സ്. ഇനി നമുക്ക് വി ഹാവ് എ ഡെനിം, നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ജീൻസ്. ട്രയൽ ചെയ്തപ്പോൾ എനിക്കൊരു ഡ്രീം ഫിറ്റ് ആണ് തോന്നിയത്. അതായത് ആ ഒരു കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവൽ ഫിറ്റ് ആണ് ഇത് വന്നേക്കുന്നത്. ഇത് വന്നേക്കുന്നത് ആക്ച്വലി ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഒരു ഫെയ്ഡഡ് ഗ്രേ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഡെനം ആണ്. 32 ആണ് സൈസ്. 32-ൽ ലാർജ് സൈസായിട്ട് വന്നിരിക്കുന്നത്. സുഡിയോൻ്റെ തന്നെ ഓൺ ബ്രാൻഡിൻ്റെ ഡെനം ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് ആസ് യു കെൻ സീ, ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇത് സ്കിന്നി ഫിറ്റ് ആണ് ഈ ജീൻസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം എനിക്കുള്ളൊരു കറക്റ്റ് അത്രയും ലോങ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു ഡെനം ആണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 699, അറൗണ്ട് 700 റുപ്പീസ് ആണ് വന്നിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജീൻസ് ആണ്. നമുക്കിനി ഒരു ടോപ്പ് കൂടെ ഉണ്ട്. ആ ടോപ്പ് കൂടെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ടോപ്പാണ്. ഇപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയാലും ഞാനിങ്ങനെ ഉറപ്പിക്കും ഓക്കെ ബ്ലാക്ക് എടുക്കില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി 1 or the other റീസൺ വീണ്ടും എടുക്കാൻ. ഇന്നത്തെ നമ്മുടെ റീസൺ വാസ് ദിസ് ക്യൂട്ട് പേസ്റ്റൽ പ്രിന്റഡ് എംബ്രോയിഡറി. ഇങ്ങനൊരു കംഫർട്ടബിൾ ബ്ലാക്ക് ഷർട്ടിൽ ഇതുപോലത്തെ ക്യൂട്ട്സാ എന്താ പറയുക പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ ഇങ്ങനെ ഒരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാതിരിക്കാൻ അല്ലാതെ വേറെ വഴിയില്ല. ഇതെടുത്ത് പോയി ഞാൻ ബ്ലാക്ക് എടുക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ ദിസ് ഇസ് ദ റീസൺ ഫോർ മീ ടുഡേ. ഇന്ന് ബ്ലാക്കിലേക്ക് പോകാനുള്ളൊരു റീസൺ ഇതായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേസ്റ്റൽ എന്താ പറയുക എംബ്രോയിഡറി വർക്ക് വരുന്നൊരു ഷർട്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് സ്മോൾ ആണ്. വളരെ ക്ലാസി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 699 ആണ്. 700 അറൗണ്ട് ആ ഒരു ജീൻസും ഈ റേറ്റ് ആണ് വരുന്നത്. സോ ഇതും ആ ജീൻസും കൂടി ഇട്ടിട്ട് എങ്ങനെയുണ്ടത് യു ഗൈസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് കം. നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സോക്സ് ആണ്. ദിസ് ഇസ് ഓൾസോ അഗെയിൻ ക്യൂട്ട്. ഇന്നത്തെ നോർമലി ഡ്രസ്സിന്റെ സമയത്ത് ഞാൻ ഫുൾ യൂസ് ചെയ്യുന്നത് കംഫർട്ട് ഇതാണ്. ഈ സംസാരിക്കുമ്പോൾ എപ്പോഴും മെറ്റീരിയൽ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തേൽ ഫുൾ എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് ക്യൂട്ടാണ്. ബിക്കോസ് ലുക്ക് അറ്റ് ദിസ്.
ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് ബ്ലാക്കിൽ സ്ട്രോബെറി പ്രിന്റ്സ് വരുന്ന ഒരു ആങ്കിൾ ലെങ്ത് സോക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അഫ്കോഴ്സ് ഞാൻ പറഞ്ഞതുപോലെ വിന്റർ ടൈം ആണ്, അതുകൊണ്ട് തന്നെ Zudio is having a huge collection for the socks. ഡിഫറെന്റ് ടൈപ്സിൽ ഡിഫറെന്റ് പ്രിന്റിൽ വരുന്ന സോക്സസ് അവൈലബിൾ ആണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സോ ഇനി ഞാൻ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ എടുത്തിരിക്കുന്നത് ഒരു റോസ് ഗോൾഡ് ഓർ ഗോൾഡ് ഷെയ്ഡിൽ വരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡ് ആണ് എടുത്തിരിക്കുന്നത്. ദിസ് റിയലി പ്രിട്ടി ആൻഡ് ക്ലാസി. ഞാനത് ഇട്ടിട്ട് കാണിക്കാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. വളരെ കംഫർട്ട് ആൻഡ് ക്ലാസി ആയിട്ട് ഒരു ലുക്ക് തരുന്ന സംഭവമാണ്. ഇപ്പോൾ കുർത്തിയുടെ കൂടെ ആണെങ്കിലും ഡെനിമിൻ്റെ കൂടെ ആണെങ്കിലും ഡെയിലി യൂസിന് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലത്തെ ഒരു ഹാൻഡ് കഫാണ്. ബട്ട് ഇറ്റ് ഇസ് മോർ സിമ്പിൾ. ഡെയിലി യൂസിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതാണ്. അധികം അത്രയും എന്താ പറയുക, ഒരു ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സംഭവവും അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. അതുപോലെ നമുക്ക് ഡെയിലി യൂസിന് സുഖമായിട്ട് ഇട്ടിട്ട് പോവാം. ഇറ്റ്സ് ഓൾസോ ഹാവിങ് ആ ഒരു ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ്. ഇതിനെല്ലാം ഈ ഒരു ഗോൾഡ് ഷെയ്ഡിന് വരുന്ന ഈ ഹാൻഡ് കപ്സിനെല്ലാം ഒരു കോസി ലുക്ക് ഉണ്ട്. നല്ല രസമാണ് കാണാൻ. നമ്മൾ അത്യാവശ്യം കുഞ്ഞ് ഇയറിങ്സിന്റെ ഒരു ചെറിയ പെനിന്റെ കൂടെയൊക്കെ ഒരു പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇയറിംഗ് ആണ്. റിംഗ് ടൈപ്പിൽ വരുന്നതാണ്, ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഇയറിങ്സ് ആണ്. ദിസ് ഇസ് ഓൾസോ ഗിവിംഗ് ദാറ്റ് എസ്തെറ്റിക് ഫീൽ. നല്ല, അതായത് എന്താ പറയുക, കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. യു കെൻ ഫൈൻഡ് ഇറ്റ് ഇൻ Zudio. എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ എപ്പോൾ Zudioയിൽ പോയാലും, ഈവൻ അതായത് ചിലപ്പോൾ ചുമ്മാ നമ്മൾ Zudioയിൽ പോകുമല്ലോ, ഡ്രസ്സൊന്നും എടുക്കാനല്ല, എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് Zudioയിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ വാങ്ങുന്നൊരു സാധനമുണ്ട്, ദാറ്റ് ഇസ് വെറ്റ് വൈപ്സ്. ബിഫോർ ദിസ് ഞാൻ പറയട്ടെ, ഇത് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാനല്ല വാങ്ങുന്നത്. ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറില്ല വെറ്റ് വൈപ്സ്. ഞാൻ ബേസിക്കലി ഇപ്പോൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. അത്യാവശ്യം നമുക്ക് കൈയൊക്കെ എന്താ വൈപ്പ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ബേസിക്കലി Zudioന്ന് ഇതിനപ്പുറം ഞാൻ അങ്ങനെ അധികം കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒന്നും വാങ്ങാറില്ല. ബേസിക്കലി ആകെ വാങ്ങുന്ന നെയിൽ പോളിഷും ഇതുപോലത്തെ വെറ്റ് വൈപ്സും ആണ്. ബിക്കോസ് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 2 times ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു പിഗ്മെന്റേഷൻ പോലെ ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ Zudioയുടെ ഒരു പ്രോഡക്റ്റും, ലിപ്സ്റ്റിക് ആണെങ്കിലും whatever it is, ലൈക്ക് ഒരു കോസ്മെറ്റിക് പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ആകെ യൂസ് ചെയ്യുന്നത് ഈ വെറ്റ് വൈപ്സും നെയിൽ പോളിഷും മാത്രമാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല. പിന്നെ മേ ബി നല്ലതായിരിക്കും, പക്ഷെ ഒരു റിസ്ക് എടുക്കാനുള്ള മടി കാരണം ഈവൻ വെറ്റ് വൈപ്സ് പോലും ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇത് നല്ല ഫ്രേഗ്രൻസ് ഉണ്ട്. ഓവർ ഫ്രേഗ്രൻസ് ആയിട്ടുള്ളതൊന്നും അത്രയ്ക്ക് നമുക്ക് എന്താ പറയാ, നമുക്ക് ഡിയോഡറൻസ് ഒക്കെ ഇറ്റ്സ് ഫൈൻ, ബിക്കോസ് അതിന്റെ പേർപ്പസ് തന്നെ അതാണല്ലോ. ഫേസിൽ നമുക്ക് ഒരുപാട് ഇതേപോലെ ഫ്രേഗ്രൻസ് ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. സോ ദിസ് ഇസ് ആക്ച്വലി ഗുഡ് ടു ഗോ. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു നെയിൽ പോളിഷ് ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് മോച്ച മാജിക് 02 ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ആക്ച്വലി ഇപ്പം കുറേ നാളായി ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇട്ടിട്ട് കൂടുതലും കംഫർട്ട് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ്സിനാണ്. പക്ഷെ ഇപ്പോഴും ഔട്ട് ഓഫ് ട്രെൻഡ് ആവാത്ത ഒരു ഡാർക്ക് ഷെയ്ഡാണിത്. ബിക്കോസ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ബ്രൗണിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് മേടിക്കുന്നത്. ലാസ്റ്റ് ടൈം പോയപ്പോൾ നമ്മുടെ ക്യാപ്പച്ചീനോന്റെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു കോഫീന്റെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വാങ്ങിയത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. സോ ആക്ച്വലി ഈ ഒരു അത്യാവശ്യം എന്താ പറയുക, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാ ഒക്കേഷനും പോകുന്ന ഒരു ക്ലാസിക് ഷെയ്ഡാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഇറ്റ്സ് മോച്ച മാജിക് ഗൈസ്. അതായിരുന്നു നമ്മുടെ ഒരു കുട്ടി Zudio ഷോപ്പിംഗ് ഹാൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ കറന്റ്ലി Zudioയിലുള്ള ഒരു വൈബും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ഇപ്പോൾ ട്രിപ്പൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ, ഇപ്പം വിന്റർ ടൈം ആണ് വരുന്നത്, മണാലിയിലോട്ടോ അങ്ങനെ എവിടെയെങ്കിലും സ്ഥലത്ത് ട്രിപ്പ് പോകാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ, ട്രെൻഡി, അറ്റ് ദ സെയിം ടൈം പേർപ്പസ് സെർവ് ചെയ്യുന്ന കുറച്ച് വിന്റർ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ Zudioയിൽ വന്നിട്ടുണ്ട്. സോ ബിഫോർ യു ഗോ ഫോർ സം ലക്ഷറി ബ്രാൻഡ് ആൻഡ് ഓൾ, if you are a person who's looking for an affordable and comfortable winter clothing for a trip, do check it out. Zudio ഒന്ന് പോവുക. ആൻഡ് ലെറ്റ് മീ ക്ലാരിഫൈ, ഫ്രൈഡേയ്സിലാണ് മിക്കവാറും Zudioയിൽ സ്റ്റോക്ക് വരുന്നത്. സോ ബേസിക്കലി ആ ഒരു ടൈം നോക്കി തന്നെ പോകാൻ ശ്രമിക്കുക. നമ്മൾ തേഴ്സ്ഡേയിലോ വെനസ്ഡേയിലോ പോകുമ്പോൾ മിക്കവാറും സ്റ്റോക്ക് തീരാറ്, അവർ റീസ്റ്റോക്ക് ചെയ്യുന്ന മിക്കവാറും ഫ്രൈഡേയ്സിലാണ്. സോ ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കുക.
So that is our കുട്ടി video on Zudio haul. Video ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. Video ഇഷ്ടപ്പെട്ടെങ്കിൽ make sure that you like the video and subscribe the channel. ഇതുപോലത്തെ different fashion apparels and hauls ഉം കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. So thank you for watching. It's me Sneha signing off. Stay stylish, keep smiling. Bye bye.